എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുരിങ്ങയില മുളകൂശിയാണ്. നല്ല സ്വാദുള്ള കറിയാട്ടോ. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചോറിന് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. തേങ്ങയും പരിപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കണ ഒരു അടിപൊളി മുളകൂശിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ മുരിങ്ങയില ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഴുത്ത ഇലകളൊക്കെ മാറ്റി, പിന്നെ ഇതിൽ പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ ചേർത്തു. എപ്പോഴും മുളകൂശ്യത്തിനാന്ന് പറയുമ്പോഴുണ്ടല്ലോ, തുളിരില കിട്ടിയാൽ അത്രയും നല്ലതാട്ടോ, കൂടുതൽ സ്വാദുണ്ടാവും. ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയത് കുറച്ച് മൂത്ത ഇലയാണ്. മൂത്ത ഇല എപ്പോഴും ഉണ്ടല്ലോ മുരിങ്ങയില ഉപ്പേരിക്കാണ് ഏറ്റവും സ്വാദ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പായിട്ട് മുരിങ്ങയില ഉപ്പേരി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏകദേശം 1.5 കെട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കൂട്ടത്തിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വേവിക്കാൻ പോവുകയാണ്. മുമ്പൊക്കെ ആണെങ്കിൽ എന്താണ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും പരിപ്പൊക്കെ ചേർത്ത ശേഷം മുരിങ്ങയില ഇടാറാണ് പതിവ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, കാരണം വയസ്സായവർക്കൊക്കെ ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ മത്തം കൊണ്ടുള്ള മുളകൂശി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വ്യത്യാസമാണ് ഈ ഒരു മുളകൂശി കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ 1/2 കപ്പ് പരിപ്പ്, തോരപ്പരിപ്പ് കേട്ടോ, അത് നന്നായിട്ട് വേവിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കണ സമയം കൊണ്ട് മുരിങ്ങയില നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇതാ തേങ്ങയും പരിപ്പും ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കണം. മിക്സി ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരിക വേണ്ടു, അധികം സമയം എടുക്കില്ല. ഒരു 3-4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇത് താളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതാ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ, വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് മുളകൂശി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നല്ല പുളിയുള്ളൊരു ചമ്മന്തി മാത്രം മതിയിട്ട് ഉണ്ണാനായിട്ട് നല്ല സ്വാദാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.